അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിലേറെ പ്രാധാന്യമർഹിക്കുന്ന മിഅ്റാജിനെ കുറിച്ചുള്ള വിശദാംശങ്ങളടങ്ങിയ വിവരണത്തിനു ശേഷം അള്ളാഹുവിൻ്റെ ആരിഫുകളായ വലിയകൾക്ക് കറാമത്തുണ്ട് എന്ന ചർച്ചയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകറാമാത്തുൽ ഔലിയാഇ ഹഖ്ഖുൻ. വലിയകൾക്ക് കറാമത്തുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. ഫതൽഹറുൽ കറാമത്തു അലാ തരീഖി നഖ്ലിൽ ആദതി ലിൽ വലി. ഒരു വലിയന് അസ്വാഭാവികമായ രീതിയിൽ കറാമത്തുകൾ വെളിവാകും. ഉദാഹരണം പറഞ്ഞാൽ മിൻ ഖത്ഇൽ മസാഫത്തിൽ ബഈദതി ഫിൽ മുദ്ദത്തിൽ ഖലീല. ദൈർഘ്യം കുറഞ്ഞ സമയത്തിനുള്ളിൽ ദൈർഘ്യമേറിയ ദൂരം താണ്ടിയ ഒരു സംഭവം ഇതിനുദാഹരണമാണ്. വലുഹൂരി തആമി വശറാബി വൽ ലിബാസി ഇൻദൽ ഹാജത്തി. ആവശ്യാനുസൃതം വസ്ത്രം, ഭക്ഷണപാനീയങ്ങൾ എന്നിവ അവർക്ക് അവതരിപ്പിക്കപ്പെട്ട സംഭവം ഇതിനുദാഹരണമാണ്. വൽ മശ്യി അലൽ മാഇ വത്തയറാനി ഫിൽ ഹവാഇ വകലാമിൽ ജമാദി വൽ അജമാ. മിണ്ടാപ്രാണികളോടും അചേതന വസ്തുക്കളോടും സംസാരിക്കുക, വായുവിൽ പറക്കുക, വെള്ളത്തിനു മീതെ നടക്കുക എന്നീ സംഭവങ്ങളെല്ലാം ഇതിനുദാഹരണമാണ്. വഗൈരി ദാലിക മിനൽ അശ്യാ. പിന്നെയും എത്രയോ സംഭവവികാസങ്ങൾ. ഇത് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു എന്ന് മാത്രം. വയകൂനു ദാലിക. ഈ കറാമത്ത് എന്ന് പറയുന്നത് അതാകും മുഅ്ജിസത്തല്ലി റസൂലില്ലദീ ലഹറത്ത് ഹാദിഹിൽ കറാമത്തു ലിവാഹിദി മിൻ ഉമ്മത്തി. ഏത് പ്രവാചകന്റെ സമുദായത്തിലാണോ ഈ വലിയ വന്നത്, ആ വലിയനുണ്ടായ കറാമത്ത് ഈ പ്രവാചകന്റെ മുഅ്ജിസത്തായി കൂടി പരിഗണിക്കപ്പെടും. കാരണം ലിഅന്നഹു യൽഹറു ബിഹാ അന്നഹു വലിയുൻ. അപ്പോഴേ അയാൾ വലിയാവുന്നുള്ളൂ. ഈ പ്രവാചകനെ അനുധാവനം ചെയ്യുന്നത് വഴിയേ ഇയാൾ വലിയാവുന്നുള്ളൂ. അപ്പോൾ ഈ വലിയൻ്റെ കറാമത്ത് ഈ പ്രവാചകന്റെ മുഅ്ജിസത്ത് കൂടിയാണ്. വലം യകുൻ വലിയൻ ഇല്ലാ അൻ യകൂന മുഹിക്കം ഫീ ദിയാനതിഹി. ഈ പ്രവാചകന്റെ ദീനിനെ ഉറപ്പിക്കുന്നതുവരെ ഇയാൾ വലിയാവുന്നില്ല. വദിയാനത്തുഹു. അപ്പോൾ എന്താണ് ആ ദിയാനത്ത്? എന്താണ് ഈ പ്രവാചകന്റെ ദീനിനെ അനുധാവനം ചെയ്യുക, ഈ ദീനിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അൽ ഇഖ്റാറു ബി റിസാലത്തി റസൂലിഹി. ഈ വലിയൻ്റെ റസൂൽ ആരാണോ ആ റസൂലിൻ്റെ റിസാലത്തിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായത്. ഈ വിഷയമാണ് നമുക്ക് പറയാനുള്ളത്. വളരെ ലളിതമായ ഒരു ചർച്ചയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കറാമാത്തുൽ ഔലിയാഇ ഹഖ്ഖുൻ. ഇവിടെ നമുക്ക് ഔലിയ എന്നുള്ളതിൻ്റെ മുഫ്രദായ വലിയ, അതിൻ്റെ ഒരു തഅരീഫ് പറയാം ആദ്യം. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി വസിഫാത്തിഹി ബിഹസ്ബി മാ യുംകിൻ. കഴിയുന്നത്ര അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ സിഫത്തിനെ കുറിച്ചും അറിയുക. ഇതാണ് ആരിഫാണ് വലിയ. ആലിമല്ല, ആരിഫാണ്. ആരിഫ് എന്ന് പറയുന്നത് തിരിച്ചറിവാണ്. ഇൽമ് എന്ന് പറയുന്നത് അറിവാണ്. അൽ മുവാലിബു അല തആത്തി. ത്വാഅത്തുകൾ, അള്ളാഹുവിനോടുള്ള വണക്കം അത് പതിവായി ചെയ്യുന്നയാളായിരിക്കണം. പിന്നെയോ അൽ മുജ്തനിബു അനിൽ മആസി. തിന്മകളെ തൊട്ട്, തെറ്റിനെ തൊട്ട്, ചെറിയ ദോഷത്തെ തൊട്ട് പോലും വിട്ടു നിൽക്കുന്നയാളായിരിക്കണം. അൽ മുഅരിദു അനിൽ ഇൻഹിമാക്കി ഫിൽ ലദ്ദാതി വശഹവാതി. ഇപ്പോൾ തെറ്റിനെ തൊട്ട് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞു. ഇനി തെറ്റല്ലാത്ത ഹലാലായതു തന്നെ ഉണ്ടാവും ലദ്ദാത്തും ഷഹവാത്തും. ഉദാഹരണം, അമിതമായി ഉറങ്ങുക, അമിതമായി ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള ലദ്ദത്തുകളും ഷഹവത്തുകളിലും വീണു പോകുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നയാളായിരിക്കണം. വല്ലാതെ ചെയ്യുന്ന ആളാവരുത് എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് വലിയ എന്ന് പറയാൻ പറ്റുക. ആ താരീഫാണ് ഇത്രയും പറഞ്ഞത്. ഇനി കറാമത്ത് എന്തായിരിക്കും? കറാമത്ത്, ഒരു വലിയനുണ്ടാവുന്ന കറാമത്ത് ളുഹൂറു അംറിൻ ഖാരിഖിൻ ലിൽ ആദതി മിൻ ഖിബലിഹി ഗൈറ മുഖാരിനിൻ ലിദഅവൻ നുബുവ്വതി. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പതിവിന് വിപരീതമായി, അസ്വാഭാവികമായി ഒരു കാര്യം അവതരിക്കുക, വെളിപ്പെടുക. അതോ ഗൈറ മുഖാരിനിൻ ലിദഅവൻ നുബുവ്വ, അദ്ദേഹം ഒരു നബിയുടെ സമുദായത്തിൽ വന്നയാളായിരിക്കും. ആ നബിയുടെ ദഅവത്തിനോട് അന്വരിക്കാതെ, അല്ലെങ്കിൽ ഒരു നബി അല്ലെങ്കിൽ ഒരു നബിയുടെ ദഅവത്തിനോട് അതിനോട് ചേരുന്ന രൂപത്തിലാവരുത് എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു നബിയാണെന്ന് വാദിക്കുന്ന രൂപത്തിലാവരുത്. ഫമാ ലാ യകൂനു മക്റൂനൻ ബില്ലയും. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ കറാമത്ത്.
ഒരു പ്രവാചകത്വത്തെ വാദിക്കുന്ന രൂപത്തിലല്ലാതെ, അല്ലെങ്കിൽ അതിനോട് സമാനമായ രീതിയിലല്ലാതെ. ഫമാല യക്കൂനു മക്രൂനം ബിൽ ഈമാനി വൽ അമലി സാലിഹി യക്കൂനു ഇസ്തിദ്റാജ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ആരിഫിന് വേണ്ട, ഒരു വലിയന് വേണ്ട യോഗ്യതകൾ പറഞ്ഞു. അയാൾ ഈമാനുള്ള ആളായിരിക്കും, അമലും സ്വാലിഹുള്ള ആളായിരിക്കും. അപ്പോൾ ഈമാനും അമലും സാലിഹും ഒന്നുമില്ലാതെ ഇങ്ങനെ ചില ആളുകളിൽ നിന്ന് വെളിപ്പെടും. ആൾ മുഅ്മിനും ആവില്ല, നല്ലയാളും ആവില്ല. അതിനെ നമുക്ക് ഇസ്തിദ്റാജ് എന്ന് വിളിക്കാം. ഒരു പ്രലോഭനമാണത്. ഒരു അത് ആളുകളെ അള്ളാഹു ഒരു പരീക്ഷണാർത്ഥമാണ് ലോകത്തെ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആളുകൾക്ക് പിന്നാലെ ഇയാൾക്ക് പിന്നാലെ മറ്റാളുകൾ കൂടും. അതിനുള്ളൊരു പ്രലോഭനം മാത്രമായിരിക്കും അത് ശരിയാവില്ല. വമായക്കൂനു മക്രൂനം ബിദഅവൻ നുബുവത്തി യക്കൂനു മുഅ്ജിസ. നുബുവത്തിൻ്റെ ദഅവ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നുബുവത്തിൻ്റെ ദഅവ, നുബുവത്തിനെ വാദിക്കുക എന്നുള്ളതിനോട് മക്രൂനാവുമ്പോൾ അതിനെ മുഅ്ജിസത്ത് എന്ന് വിളിക്കുക. നുബുവത്തിനെ വാദിക്കുന്ന ഒരാളിൽ നിന്ന് ഇതുണ്ടാകുമ്പോൾ അതിനെ മുഅ്ജിസത്ത് എന്ന് വിളിക്കുക. അല്ലാത്തത് കറാമത്ത് എന്നും വിളിക്കും. വ്യത്യാസവും കൂടിയാണ് അവിടെ പറഞ്ഞത്. വദ്ദലീലു അല ഹക്കിയത്തിൽ കറാമത്ത്. ഇപ്പോൾ വലിയ ആരാണെന്നും പറഞ്ഞു, കറാമത്ത് എന്താണെന്നും പറഞ്ഞു. ഇനി കറാമത്ത് ഹക്കാണെന്നുള്ളതിന് തെളിവ് മാ തവാത്തറാൻ കസീരി മിന സഹാബത്തി വമിൻ ബഅദിഹിം ബിഹൈതു ലാ യുംകിനു ഇൻകാറു. അനിഷേധ്യമാം വിധം, നിഷേധിക്കാനാവാത്ത വിധം സ്വഹാബാക്കളിൽ നിന്നും അവർക്ക് ശേഷമുള്ള ആളുകളിൽ നിന്നും മുത്തവാത്തറായി വന്നിട്ടുണ്ട്. എത്രയോ സംഭവവികാസങ്ങൾ. ഇനി ഒന്നുമില്ലെങ്കിൽ ഹുസൂസൻ അൽ അംറുൽ മുഷ്തരിക്. അൽ അംറുൽ മുഷ്തരിക് എന്ന് പറഞ്ഞാൽ മുഅ്ജിസത്ത്, മുഅ്ജിസത്ത് എന്നുള്ള ആ മുഷ്തരിക്കായ കാര്യമെങ്കിലും ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മൾ ഒറ്റൊറ്റ കാര്യങ്ങളിലേക്ക് പോകേണ്ട. മുഅ്ജിസത്തല്ല, കറാമത്ത്. അൽ അംറുൽ മുഷ്തരിക് പറഞ്ഞാൽ കറാമത്ത്. ഈ കറാമത്ത് എന്ന് പറയുന്ന സംഗതി അതെങ്കിലും ഉണ്ടായിട്ടുണ്ടല്ലോ. അതിന് ഏതാണ് കറാമത്ത്? ആ കറാമത്തിൻ്റെ ഓരോരോ ഉദാഹരണങ്ങളിലേക്ക് പോകണ്ട. കറാമത്ത് എന്ന് പറയുന്ന ഈ കോമൺ വസ്തു അത് ഒരിക്കലും അനിഷേധ്യമാണ്, നിഷേധിക്കാനാവില്ല. പിന്നെ മുത്ലഖ് ഖാരിഖുൽ ആദത്ത് എന്നുള്ളത് ഇതില്ല, കിതാബിലില്ലാത്തതാണ്. വൈൻകാനത്തി തഫാസീലു ആഹാദൻ, അതാ നമ്മൾ പറഞ്ഞ അൽ അംറുൽ മുഷ്തരിക് എന്ന് പറഞ്ഞാൽ കറാമത്ത്. ഈ കറാമത്ത് അനിഷേധ്യമാണ്. ഇനി അതിൻ്റെ തഫാസീലുകൾ, ഒറ്റൊറ്റ സംഭവങ്ങൾ ആഹാദായിട്ടാണ് വന്നിട്ടുള്ളത്. ഒറ്റൊറ്റ സംഗതികൾ, അത് ചിലപ്പോൾ മുത്തവാത്തിറല്ലായിരിക്കാം. എന്നാലും ഇതിന് തെളിവെന്ത് മതി? കറാമത്ത് എന്ന് പറയുന്ന സംഗതി, ആ ഒരു കുല്ലിയായ സംഗതി, അത് ഇവിടെ അനിഷേധ്യമാണ്, മുത്തവാത്തിറാണ്. വഅയ്ളൻ, അതിൻ്റെ പുറമേ അൽ കിതാബ് നാത്തിക്കും ബിളുഹൂരിഹ, കറാമത്തുകൾ ഉണ്ടാവും എന്നുള്ളതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരുപാട് സൂക്തങ്ങൾ ഖുർആനിലുണ്ട്. മിൻ മറിയം വമിൻ സാഹിബി സുലൈമാൻ അലൈഹിസ്സലാം വബഅദ സുബ്ബൂത്തിൽ വുഖൂഇ. അപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടായി എന്നതിനു ശേഷം, എന്ന് സ്ഥിരപ്പെട്ടതിന് ശേഷം ലാ ഹാജത ഇലാ ഇത്ബാത്തിൽ ജവാസി, അതുണ്ടാവൽ ജായിസാണ് എന്ന് സ്ഥിരപ്പെടുത്തേണ്ട ആവശ്യം ഇവിടെ ഇല്ല. എല്ലാം വ്യക്തമായി ഖുർആനിലുണ്ട്. ഇതിനു ശേഷം പിന്നെ മുസന്നിഫ് പറയുന്നത് ചില ഉദാഹരണങ്ങളാണ്. സുമ്മ ഔറദ കലാമ യുഷീറു ഇലാ തഫ്സീലിൽ കറാമത്തി വ ഇലാ തഫ്സീലി ബഅദി ജുസ്ഇയാതിഹിൽ മുസ്തബഈദതി ജിദ്ദ. വളരെ വിദൂരമെന്ന്, നമ്മുടെ ബുദ്ധിക്ക് വിദൂരമെന്ന് തോന്നിക്കുന്ന ഒരുപാട് ജുസ്ഇയാത്ത്, ഒരുപാട് ഉദാഹരണങ്ങളുടെ വിശദീകരണത്തിലേക്ക്, അതുപോലെ തന്നെ കറാമത്ത് എന്ന പ്രോസസ്സിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ് മുസന്നിഫ്. എന്നിട്ട് പറയുന്നു, ഫതൽഹറുൽ കറാമത്തു അലാ തരീഖി നഖ്ലിൽ ആദതി ലിൽ വലി. പതിവിന് വിപരീതമായി വലിയന് കറാമത്തുകൾ വെളിപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ മിൻ ഖത്ഇൽ മസാഫത്തിൽ ബഈദ, അതിവിദൂരമായ ഒട്ടേറെ ദൈർഘ്യമുള്ള സ്ഥലങ്ങൾ വിട്ടുകിടക്കുക. ഫിൽ മുദ്ദത്തിൽ കലീല, ദൈർഘ്യം കുറഞ്ഞ ചെറിയ സമയം കൊണ്ട്. ഇത്തിയാനി സാഹിബി സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു തവണ ബിൽഖീസ് രാജ്ഞിയുടെ അധികാര കസേര കൊണ്ടുവരാൻ പറഞ്ഞു. അത് ആസഫിന് ബർഖയ എന്ന് പറയുന്നയാളാണ് അലൽ അഷ്ഹരി, അഷ്ഹറായ അഭിപ്രായ പ്രകാരം. മറ്റു പലരുമാണെന്നും അഭിപ്രായമുണ്ട്. എന്തായാലും ആസഫിന് ബർഖയാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തോട് കൊണ്ടുവരാൻ പറഞ്ഞു. ബി അർഷ് ബിൽഖീസ്, ബിൽഖീസിയുടെ അർഷ്. ഖബല ഇർതിദാദി തറഫി, വളരെ കുറഞ്ഞ സമയം കൊണ്ട്, കണ്ണ് പൂട്ടിത്തുറക്കുന്ന സമയം കൊണ്ട്. മഅബുദിൽ മസാഫത്തി, അതാണെങ്കിലോ ഒരുപാട് ദൂരമുണ്ട്, ഒരുപാട് ദൂരമുണ്ട്. ആ ദൂരം വളരെ കുറഞ്ഞ സമയം കൊണ്ട്. ഇർതിദാദു തറഫ് എന്നുള്ള കിനായത്താണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്നർത്ഥം. അപ്പോൾ അതാണ് ഒരു ഉദാഹരണം. ഇനി ളുഹൂറു തആമി വശറാബി വല്ലിബാസി ഇൻദൽ ഹാജത്തി ഇലൈഹ കമാ ഫി ഹഖി മറിയം ബീവിക്ക് അങ്ങനെ അവതരിച്ചിട്ടുണ്ട്. ഫഇന്നഹു ഖാല തആല കുല്ലമാ ദഖല അലൈഹ സക്കരിയ അൽ മിഹ്റാബ്
വജദ ഇൻദഹ റിസ്ക ഖാല യാ മറിയം അന്നാ ലക്കി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാ. വളരെ വിശ്രുതമായ പ്രസിദ്ധമായ ആയത്താണ്. വൽ മഷി അലൽ മാഇ കമാ നഖല അൻ കസീരി മിനൽ ഔലിയായി, വെള്ളത്തിനു മീതെ നടക്കുക. വത്തൈറാനി ഫിൽ ഹവാ കമാ നുഖില അൻ ജഅഫർ ഇബ്നു അബി ത്വാലിബ് വലുഖ്മാൻ അസ്സർഖസി വഗൈരിഹിമ, എല്ലാം അറിയുന്നത്. കലാമിൽ ജമാദി വൽ അജമ, അചേതന വസ്തുക്കളോടും മിണ്ടാ പ്രാണികളോടും സംസാരിക്കുക. വന്തിഫായിൽ മുത്തവജ്ജിഹി മിനൽ ബലാഇ, ബലായിലേക്ക് ഒരു വിപത്തിലേക്ക് മുന്നിടുന്നയാളുകൾ, വിപത്തിലേക്ക് നടന്നെടുക്കുന്നയാളെ തടയുക. കിഫായത്തിൽ മുഹിമ്മി മിനൽ അഅദാഇ, ശത്രുക്കളിൽ നിന്നുള്ള വിപൽക്കരമായ ആപൽക്കരമായ വസ്തുക്കളെ തടയുക. മുഹിമ്മ എന്ന് പറഞ്ഞാൽ അൽ മുഫ്സി, പേടിപ്പിക്കുന്ന കുറേ വസ്തുക്കൾ, അതിൽ നിന്നൊക്കെ തടയുക. അമ്മ കലാമുൽ ജമാദി, അപ്പോൾ അചേതന വസ്തുക്കളോട് സംസാരിച്ചത്. കമാ റുവിയ അന്നഹു കാന ബൈന യദൈ സൽമാൻ വ അബി ദർദാ റളിയല്ലാഹു അൻഹുമാ ഖിസ്സ. അബൂ ദർദാ റളിയല്ലാഹു അൻഹും സൽമാൻ റളിയല്ലാഹു അൻഹുവും ഒരുമിച്ചിരിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ ഒരു ഭക്ഷണത്തളിക ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഫസബ്ബഹത്, ഈ ഭക്ഷണത്തളിക തസ്ബീഹ് ചൊല്ലി എന്നാണ്. വസമി, ആ തസ്ബീഹ, ഇരുവരും ആ തസ്ബീഹ് കേൾക്കുകയും ചെയ്തു. അപ്പോൾ ആ തസ്ബീഹിനെ കേൾക്കുക എന്നുള്ളതാണ് അവിടുത്തെ കറാമത്ത്. പിന്നെ മറ്റൊരർത്ഥത്തിൽ ഇവർക്ക് മുന്നിലിരുന്നത് കൊണ്ട് മാത്രം, നമുക്ക് മുമ്പിലൊക്കെ എത്രയോ തളികളുണ്ട്, ഭക്ഷണങ്ങളുണ്ടാവും, പക്ഷെ അവരൊന്നും തസ്ബീഹ് ചെല്ലാറില്ല. അപ്പോൾ ഇവരുടെ സാന്നിധ്യം കൂടിയാണ്, അതും അവരിലേക്ക് ചേർത്തി കറാമത്തായി പറയാം. അമ്മ കലാമുൽ അജമായി, മിണ്ടാ പ്രാണികൾ സംസാരിക്കുന്നത്. തക്ലീമുൽ കൽബിലി അസ്ഹാബിൽ കഹ്ഫി, അല്ലേ? വകമാ റുവിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, പറഞ്ഞതായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തല്ല, നബി പറഞ്ഞതായിട്ട് പറയുകയാണ്. ബൈന റജുലുൻ യസൂഖു ബഖറത, ഒരു ദിവസം ഒരാൾ ഒരു പശുവിനെങ്ങനെ തെളിച്ചു കൊണ്ടുപോവുകയായിരുന്നു. കത് ഹമല അലൈഹ, അയാൾ ആ പശുവിന് മുകളിൽ ഒരുപാട് ചുമട് കയറ്റി. ഇദനിൽ തഫത്തിൽ ബക്കറത്തു ഇലൈഹ, അപ്പോൾ ആ ചുമട് സഹിക്കാനാവാതെ ആ പശു ഇയാൾക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു അത്രേ, ഇന്നീലം ഉഹ്ലക് ലിഹാദ, ഞാൻ ഇതിനു വേണ്ടി, നിങ്ങളുടെ ചുമടുകൾ വഹിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വസ്തുവല്ല, ജന്തുവല്ല ഞാൻ. ഇന്നമാ ഹുലിക്തുലിൽ ഹർഫി, ഞാൻ സ്ഥലം ഉഴുതാൻ, ഭൂമി ഉഴുതാൻ സൃഷ്ടിക്കപ്പെട്ട ജീവിയാണെന്ന് പറഞ്ഞു. ഫഖാല സുബ്ഹാനല്ലാഹ് ബക്കറത്തുൻ തതക്കല്ലം, ഒരു പശുവാണോ സംസാരിക്കുന്നത്? എന്നിട്ട് നബി, ഇതാണ് കഥ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല നബി അലൈഹി സ്വലാം ആമൻതു ബിഹാദ, ഞാൻ ഇത് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് നബി പറഞ്ഞു. അപ്പം നബി വിശ്വസിച്ച ഒരു കഥയാണ്. അപ്പോൾ ഈ കഥയിൽ കഥാപാത്രമായ ഈ മനുഷ്യൻ, അയാൾക്ക് ഒരു കറാമത്തുണ്ടായി എന്നാണ് അർത്ഥം. വഗൈരി ദാലിക മിനൽ അശ്യാ, പിന്നെയും എത്രയോ സംഭവങ്ങൾ. മിസ്ൽ റുഅയത്തി ഉമർ റളിയല്ലാഹു അൻഹു അലൽ മിംബർ ബിൽ മദീന ജയ്ശഹു ബിനഹാവന്ത്, ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം വെള്ളിയാഴ്ച മിമ്പറിൽ കയറി ജുമഅ നടത്തുന്നതിനിടയ്ക്ക് നഹാവന്തിലേക്ക് അദ്ദേഹം പറഞ്ഞയച്ച സംഘം, യുദ്ധസംഘം, ആ സംഘത്തെ കണ്ടു. ഹത്താ ഇന്നഹു ഖാല ലി അമീരി ജയ്ശിഹി യാ സാരിയൽ ജബൽ തഹ്ദീറൻ ലഹു മിൻ വറാഇൽ ജബൽ ലിമക്രിൽ അദുവി ഹുനാക്. അങ്ങനെ സാരിയ എന്ന് പറയുന്ന നേതാവ്, ഈ സംഘത്തിൻ്റെ നേതാവിനോട് അദ്ദേഹം മദീനയിൽ നിന്ന് നിർദ്ദേശം നൽകുന്നു, നിങ്ങൾക്ക് പിന്നിലുള്ള പർവ്വതത്തിന് പിന്നിൽ നിന്ന് വലിയൊരു സംഘം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന്. സമാ ഉസാരിയ കലാമഹു മഅബൂദിൽ മസാഫ, ഇത്രയും ദൂരെ നിന്ന് സാരിക്ക് അത് കേൾക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ കറാമത്ത്. വകശുർബി ഖാലിദ് റളിയല്ലാഹു അൻഹു അസ്സുമ മിൻ ഗൈരി തളറുറിൻ ബിഹി, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, യാതൊരു പ്രശ്നമോ പ്രയാസമോ പ്രതിസന്ധിയോ ഇല്ലാതെ ഖാലിദ് റളിയല്ലാഹു അൻഹു വിഷം കഴിച്ചു എന്നുള്ളത്. ഒക്കെ ജറിയാൻ ഇന്നൈലി ബി കിതാബി ഉമർ റളിയല്ലാഹു അൻഹു അംസാലു ഹാദാ അക്തറു മിൻ അൻതുസ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കത്ത് ലഭിച്ചപ്പോൾ നൈൽ ഒഴുകാൻ തുടങ്ങിയത്, അതുപോലെ സമാനമായ എത്രയോ സംഭവങ്ങൾ. അപ്പോൾ ഇത്രയും. ഇനിയാണ് നമ്മുടെ ഒരു ചെറിയ ഡിബേറ്റ്. വലമ്മസ്തദല്ലൽ മുഅ്തസിലത്തു അൽ മുൻകിറൂന ലികറാമത്തിൽ ഔലിയാഇ, ഔലിയാക്കൾക്ക് കറാമത്തില്ലെന്ന് വാദിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന മുഅ്തസിലകൾ തെളിവ് കൊണ്ടുവന്നു. ലൗ ജാസ ളുഹൂറു ഖവാരിക്കുൽ ആദാതി മിനൽ ഔലിയാഇ, അവർ പറയുന്നത് ഔലിയാക്കളിൽ നിന്ന് അസ്വാഭാവികമായി ആദത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ, അത് ജായിസാണെങ്കിൽ, ലഷ്തബഹ ബിൽ മുഅ്ജിസത്ത്, കറാമത്തും മുഅ്ജിസത്തും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഇയാൾ വലിയാണെന്നാണോ നമ്മൾ കരുതുക, അതോ നബിയാണെന്നാണ് നമ്മൾ കരുതേണ്ടത്? ഫലം യതമയ്യസിൻ നബിയ്യു മിൻ ഗൈരി നബിയ്യി, ഒരു നബിയെയും നബി അല്ലാത്തയാളെയും നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയില്ലല്ലോ, അല്ലേ? അപ്പോൾ അയാളൊരു കറാമത്ത് വെളിവാക്കി കഴിഞ്ഞാൽ
അയാൾ നബി ആയിരുന്നുവെങ്കിൽ അയാളെ വിശ്വസിക്കാതെ പോകുന്നത് തെറ്റായി പോകില്ലേ, ഇത് വലിയ പ്രശ്നമായി തീരൂലേ എന്ന് ചോദിച്ചപ്പോൾ ബിഖൗലിഹി, അപ്പോൾ അതിന് മറുപടി പറയാണ് വയക്കൂനു ദാലിക ഈ ലുഹൂർ ഖവാരിഖുൽ ആദാത്തി മിനൽ ഔലിയാഇ അവിൽ വലിയി അല്ലദീ ഹുവ മിൻ ആഹാദിൽ ഉമ്മ. അപ്പോൾ ഈ ലുഹൂർ ഖവാരിഖുൽ ആദാത്തി അസ്വാഭാവികമായ സംഭവങ്ങൾ ഉണ്ടാവുന്നത് മിനൽ ഔലിയ ഈ വലിയകളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വലിയിൽ നിന്ന്, ഹുവ മിൻ ആഹാദിൽ ഉമ്മ, അദ്ദേഹം ആ ഉമ്മത്തിലെ ഒറ്റപ്പെട്ട ആളായിരിക്കും അല്ലേ. ആ കറാമത്ത് പോലും അല്ലെങ്കിൽ ആ ലുഹൂർ ഖവാരിഖുൽ ആദത്ത് പോലും മുഅ്ജിസത്തുൽ റസൂൽ, അദ്ദേഹത്തിൻ്റെ റസൂലിനുള്ള മുഅ്ജിസത്താണ്. അല്ലത്തി ലഹറത്ത് ഹാദിഹിൽ കറാമത്തു ലിവാഹിദി മിൻ ഉമ്മത്തിഹി ലിഅന്നഹു യൽഹറു ബിഹാ ഐ ബിതിൽക്കൽ കറാമ. ആ കറാമത്ത് വഴിയാണ് അയാൾ വെളിവാകുന്നത് അന്നഹു വലിയുൻ, അദ്ദേഹം വലിയാണ് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ നേരത്തെ അർത്ഥം വെച്ചത് കൊണ്ട് പോവാണ്. വലൻ യകുൻ വലിയൻ ഇല്ലാ വ അൻ യകൂന മുഹിക്കൻ ഫി ദിയാനത്തിഹി. പിന്നെ ഒരു കറാമത്തിൻ്റെയോ മോചിതത്തിൻ്റെയോ പുറത്തല്ല അതാണ് അതിൻ്റെ ഉത്തരം. ഒരു നബിയെയും ഒരു നബി അല്ലാത്തയാളെയും ഇതാക്കുന്നത്. ഒരു നബി ആവുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയോഗമാണ്. അദ്ദേഹം നുബുവത്തിനെ വാദിക്കുന്നു, അതിനു തെളിവായുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൊണ്ടുവരികയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ മോചിതത്തോ അല്ലെങ്കിൽ കറാമത്തോ അല്ല ഒരു പ്രവാചകനെയും പ്രവാചകനല്ലാത്തയാളെയും വേർതിരിച്ചു കാണാനുള്ള മാനദണ്ഡം. പിന്നെ വലയ്യക്കുൻ വലിയൻ വലയ്യക്കൂന വലിയൻ, ഇദ്ദേഹം വലിയാവില്ലല്ലോ ഇല്ല വയ്യക്കൂന മുഹീക്കം ഫി ദിയാനത്തിഹി, അദ്ദേഹത്തിൻ്റെ ദിയാനത്ത് ഈ നബിയുടെ ദിയാനത്തിനെ സ്ഥിരപ്പെടുത്തുന്നത് വരെ. അപ്പോൾ ആ ദിയാനത്ത് എന്താണ്? ദിയാനത്തുഹു അൽ ഇഖ്റാറു ബിൽ ലിസാനി വ തസ്ദീഖു ബിൽ ഖൽബി, ഹൃദയം കൊണ്ട് സത്യവൽക്കരിക്കുകയും നാവ് കൊണ്ട് സമ്മതിക്കുകയും ചെയ്യാണ്. എന്ത്? ബിരിസാലത്ത് റസൂലിഹി, അദ്ദേഹത്തിൻ്റെ ആ റസൂലിൻ്റെ റിസാലത്തിന്, മഅത്താഅത്തിലഹു, അദ്ദേഹത്തിന് വണങ്ങണം, ഫി അവാമിരിഹി വ നവാഹി, അദ്ദേഹം കൽപ്പിക്കുന്ന കാര്യത്തിലും നിരോധിക്കുന്ന കാര്യത്തിലും. ഹത്താ ലവിദ്ദഅ ഹാദൽ വലിയ്യു അൽ ഇസ്തിഖ്ലാല ബിനഫ്സിഹി, എങ്ങാനും ഒരു വലിയ ഞാൻ ഒരു നബിയുടെയോ റസൂലിൻ്റെയോ പങ്കുപറ്റി ജീവിക്കേണ്ടയാളല്ല, ഞാൻ ഒരു ദീനിലുമില്ല ആളല്ല, ഞാൻ സ്വന്തം ഒരു പ്രസ്ഥാനമാണെന്ന് വാദിച്ചാൽ ലം യകുൻ ആദമിൽ മുതാബഅത്തി, ഒരു റസൂലിനെ പിന്തുടരുകയും ചെയ്തില്ലെങ്കിൽ ലം യകുൻ വലിയ വലം യൽഹർ ദാലിക അലാ യദിഹി, അദ്ദേഹം വലിയാവില്ല എന്ന് മാത്രമല്ല ഈ കറാമത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ പ്രകടമാവില്ല. പിന്നെ അയാൾ കാണിക്കുന്നതിന് നമ്മൾക്ക് ഇസ്തിദ്റാജ് എന്നോ മറ്റെന്തെങ്കിലും വിളിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.